യദ്ദർശനം നിഖില ദുഃഖകരം പവിത്രം യത്പാദപങ്കജരജാം സ്യാം സഖാനി ദാത്മീപുമർത്തനജിയസ്യ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ PS വിജയൻ അവர்கள் ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിവിധ SNDP യൂണിയന്റെ ഭാരവാഹികളായ ശ്രീ മണ്ണടി മോഹനൻ അവர்கள், ശ്രീ സുരേഷ് പരമേശ്വർ, ശ്രീ മോഹൻ ബാബു, ശ്രീ അനിൽ, ശ്രീ വസന്തകുമാർ ഉൾപ്പെടെ ഈ കൺവെൻഷൻ്റെ സംഘാടക സമിതി അംഗങ്ങളെ, വിവിധ SNDP ശാഖായോഗത്തിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും ഗുരുധർമ്മ പ്രചാരണ സഭയുടെയും ഭാരവാഹികളെ, പ്രവർത്തകരെ, സ്നേഹസമ്പന്നരായ സ്നേഹനിധികളായ അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുഭക്തരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹനിർഭരമായ പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. 29ാമത് മാടവൻ കൺവെൻഷൻ്റെ ഉദ്ഘാടന വേളയിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും പലതവണ മാടവൻ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കൺവെൻഷൻ്റെ ആരംഭകാലം മുതൽ തന്നെ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ആദ്യമായി അറിയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ മാനവിക ദർശനത്തിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് അതിൻ്റെ ചർച്ചകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കും വേദിയൊരുക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് 28 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൺവെൻഷൻ
ഇവിടെ സമാരംഭിച്ചിട്ടുള്ളത്. 29ാമത് കൺവെൻഷനിൽ നാം എത്തി നിൽക്കുമ്പോൾ ഈ കൺവെൻഷനിലൂടെ ഉണ്ടായിട്ടുള്ള വളർച്ചയും ഉയർച്ചയും മാനസികപരമായി, ചിന്താപരമായി, ബൗദ്ധികപരമായി, ദാർശനികപരമായി ഉണ്ടായിട്ടുള്ള വളർച്ചയെ സംബന്ധിച്ചും ഉയർച്ചയെ സംബന്ധിച്ചുമൊക്കെ നാം ആത്മാപരിശോധന, ആത്മാവിചിന്തനം നടത്തേണ്ട ഒരു സന്ദർഭമാണ് ഈ 29ാമത് കൺവെൻഷൻ നൽകുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ, ആരംഭ കൺവെൻഷൻ വ്യത്യസ്തമായി ഒട്ടേറെ വ്യത്യാസങ്ങളും വികാസങ്ങളും ഈ കൺവെൻഷൻ പന്തലിൽ തന്നെ കാണുവാൻ കഴിയുന്നു. ഭൗതികപരമായ വളർച്ചയാണ്, ഭൗതികപരമായ ഉയർച്ചയാണ്, മാറ്റമാണ് എങ്കിൽ പോലും അത് ഗുരുവിൻ്റെ ദർശനവുമായി ബന്ധപ്പെട്ട ആധ്യാത്മികമായ ഔന്നത്യവും നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവ് വിളിച്ചോതുന്നതാണ് ഈ കൺവെൻഷൻ എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ ഈ കൺവെൻഷനിൽ ഞാൻ പരാമർശിക്കുന്നത് നന്മയുടെ പ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവനാണ്. കാരണം മറ്റ് ആചാര്യന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മാനവിക പുരോഗതിക്ക് വേണ്ടി ആയുസ്സും അവസ്സും സമർപ്പണം ചെയ്യുകയാണ് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത്. ഗുരുവിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞ ആധ്യാത്മിക ഔന്നത്യത്തിൽ നിന്നുകൊണ്ട്, ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചും അവന്റെ വളർച്ചയെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചുമാണ് ശ്രീനാരായണ ഗുരുദേവൻ സംസാരിച്ചതും പ്രവർത്തിച്ചതും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ പ്രവാചകന്മാരെ കുറിച്ച്, ആധ്യാത്മിക ആചാര്യന്മാരെ കുറിച്ച്, ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ നാം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ സാഹോദര്യത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയും അനുകമ്പയ്ക്ക് വേണ്ടിയും അഹിംസയ്ക്ക് വേണ്ടിയും ഒക്കെ നിലകൊണ്ടിട്ടുള്ള ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മാനവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മാനവ ജീവിതത്തിന്റെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും, ജീവിത വിഷയങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള അശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയമായ അവബോധം നൽകുവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ മഹത്വവും മാഹാത്മ്യവും എന്ന് നാം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അതിൽ നിന്നാണ് ഗുരുവിന്റെ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും നാം പരിശോധിക്കുമ്പോൾ ഗുരുവിന്റെ ജാതി സങ്കല്പമായാലും, ഗുരുവിന്റെ മതസങ്കല്പമായാലും, ഗുരുവിന്റെ ദൈവസങ്കല്പമായാലും, ഗുരുവിന്റെ സാമൂഹിക ദർശനമായാലും, ഗുരുവിന്റെ സാമൂഹിക കാഴ്ചപ്പാടായാലും, ഗുരുവിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടായാലും, എല്ലാ കാഴ്ചപ്പാടുകളും വെളിച്ചം വീശുന്നത്, പ്രകാശം പരത്തുന്നത് മനുഷ്യ നന്മയിലേക്കാണ്. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുവാൻ ഉതകുമാറുള്ള അവസ്ഥാവിശേഷം സംജാതമാകണമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ലക്ഷ്യമിട്ടത്. നമുക്കറിയാം, മതങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ഋഷീശ്വര കാലഘട്ടം, ഋഷീശ്വരന്മാർ അവരുടെ സത്യദർശനത്തിന്റെ, ഈശ്വര ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹത്തായ ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളും ഈ സമൂഹത്തിന് ഉപനിഷത്തിലൂടെ നൽകിയിട്ടുണ്ട്. ആ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളുമെല്ലാം സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയുമായിരുന്നു. യാതൊരു ഭേദചിന്തയുമില്ലാതെ, യാതൊരു വിഭാഗീയതയുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും
എല്ലാവരെയും സ്വായത്തമാക്കുവാനും ഏവർക്കും സ്വാംശീകരിക്കുവാനും ഉതകുമാറുള്ള ഒരു മഹത്തായ ദർശനം, അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു ദർശനമാണ്. കാലത്തിന്റെ കാഹളധ്വനികളിൽപ്പെട്ട് ആ മഹത്തായ കാലഘട്ടത്തിൽ നിന്നും മതങ്ങൾ മാറി മതങ്ങൾ ഉത്ഭവിക്കുകയും മതങ്ങളെല്ലാം അവരുടേതായ വിശ്വാസ സമൂഹത്തെ കനത്ത മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട്, കനത്ത വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് വിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ആദിമകാല മതത്തിന്റെ ഉത്ഭവകാലം മുതൽക്ക് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അവൾ ഇങ്ങനെ ഈ കനത്ത മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട്, കനത്ത വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ടുള്ള ആ സംഘടിത മത പ്രവർത്തനത്തിലൂടെ ഇവിടെ മത ഭേദചിന്തയും മതഭേദ വികാരവുമെല്ലാം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച അരുവിപ്പുറം പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടത്തിയ ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തിനോട് ഉറക്കെ പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് ഗുരു ഉപദേശിച്ചത്, ഉദ്ബോധിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള മതത്തിന്റെ പേരിലുള്ള, ജാതിയുടെ പേരിലുള്ള, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സങ്കുചിത വിഭാഗീയ ചിന്തകളെയും തൂത്തെറിഞ്ഞുകൊണ്ട് എല്ലാവരും സോദരത്വേനെ സഹോദരതുല്യം വളരുന്ന ഒരമ്മ പ്രസവിച്ച മക്കളെ പോലെ സാഹോദരതുല്യം വളരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ടത്, അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചത് എന്ന് കാണുവാൻ. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, നന്മയുടെ സന്ദേശമാണ് നന്മയുടെ പ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവൻ നന്മയുടെ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകിയത്. നാം എല്ലാവരും നന്മയുള്ളവരാകണം. നന്മയിലൂടെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും മാറ്റിയെടുക്കുവാൻ, അതുവഴി ഒരു മനുഷ്യനായി, നന്മയുള്ള ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗാസരന്തി എന്ന് പറയുന്നത് പോലെ മനുഷ്യ രൂപത്തിലുള്ള മൃഗങ്ങളായി മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയൂ. അപ്പോൾ മനുഷ്യ രൂപത്തിലുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരൂപത്തിലുള്ള മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. വിവേകവും വിശേഷബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില ജീവിത മൂല്യങ്ങളുണ്ട്, ചില മാനുഷിക മൂല്യങ്ങളുണ്ട്. ആ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് ജീവിതത്തിൽ പകർത്തി മനുഷ്യനായി ജീവിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യനായി ജീവിക്കുവാൻ കഴിയുള്ളൂവെന്ന് 19ാം നൂറ്റാണ്ടിന്റെ അവതാര പുരുഷനും 21ാം നൂറ്റാണ്ടിന്റെ ദീർഘദർശിയുമായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മയോട് ബോധിപ്പിക്കുകയുണ്ടായി. ഞാനിത് സൂചിപ്പിച്ചത് നന്മയെല്ലാം മറ്റുപോകുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. പരസ്പരം വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകവീട്ടിന്റെയും പാതയിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോകുന്നില്ലേ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്ന സംഭവ വികാസങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഏതൊരു ദേശസ്നേഹിയെയും മനുഷ്യസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് എന്ന് കാണുവാൻ കഴിയും. ഇന്ത്യ മഹാരാജ്യത്തെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് കാണുവാൻ കഴിയും. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നന്മയ്ക്ക് വേണ്ടി ഗുരു ബോധിപ്പിച്ച വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുവിന്റെ മഹത്തായ ഉപദേശം
ആ ഉത്ബോധനം സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ രംഗത്ത്, അറിവിന്റെ രംഗത്ത്, അറിവ് നേടുന്നതിൽ, ഉൾക്കൊള്ളുന്നതിൽ, അത് പഠിക്കുന്നതിൽ നമ്മുടെ കൊച്ചു കേരളം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി വളരെയേറെ ഉയർച്ചയും വികാസവും നമ്മുടെ കൊച്ചു കേരളത്തിന് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിൽ വിരാജിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നാം സുന്ദര കേരളമെന്നും സാംസ്കാരിക കേരളമെന്നും പ്രബുദ്ധ കേരളമെന്നും ഒക്കെ നാം പാടിപ്പുകട്ടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുനിമിഷം അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ വിദ്യയെ, നമ്മുടെ അറിവിനെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു പഠിപ്പിച്ച ആ മാർഗത്തിലേക്ക് ചരിക്കുവാൻ, ആ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യ എന്ന് പറയുന്നത് ഇന്നത്തെ വർത്തമാന കാലഘട്ടം, വർത്തമാന സാഹചര്യം ഇന്ന് തൊഴിലിനും പണത്തിനും വേണ്ടിയായി വിദ്യാഭ്യാസത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് തൊഴിലും പണവും വേണം. ആ തൊഴിലും പണവും ഉണ്ടാകുമ്പോഴും സമൂഹത്തോടും നമ്മോടും ഒക്കെ ഒരു ആഭിമുഖ്യമുള്ള ഒരു ജീവിതമായി, ഒരു സമൂഹമായി നമുക്ക് മാറുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾക്ക് കാരണം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, ഗുരു ഉപദേശിച്ചത് നമുക്ക് ലഭിക്കുന്ന അറിവുകളെ തിരിച്ചറിവിന്റെ പാതയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. തിരിച്ചറിവ് എന്ന് പറയുന്നത് വിവേകത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞത്, വിവേകം താനേ വരുമോ? ഇല്ല, നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന്. അവ നല്ല അറിവുകൾ നേടിക്കൊണ്ട് നമ്മുടെ അറിവുകളെ തിരിച്ചറിവിന്റെ പന്ഥാവിലേക്ക്, തിരിച്ചറിവിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള സാഹചര്യമാണ് നാം സൃഷ്ടിക്കേണ്ടത്. ഇത് സത്യമാണ്, ഇത് അസത്യമാണ്, ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ് എന്ന് തുടങ്ങിയ ഭേദചിന്ത തിരിച്ചറിയുവാനുള്ള അവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉയർന്നു വരുവാൻ കാരണം എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഗുരുദേവൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ സങ്കല്പത്തെ, നമ്മുടെ അറിവുകളെ തിരിച്ചറിവിന്റെ പന്ഥാവിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയണം. ഇനി ഞാനിത് സൂചിപ്പിച്ച വിദ്യാഭ്യാസം തൊഴിലിന്റെയും പണത്തിന്റെയും മേഖലയിലാണെങ്കിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും, നമ്മുടെ കുടുംബ ജീവിതത്തിലും, നമ്മുടെ പൊതുജീവിതത്തിലും, നമ്മുടെ തൊഴിൽ മേഖലയിലും എല്ലാത്തിലും ഇത്തരത്തിലുള്ള ഭേദചിന്തയിൽ അധിഷ്ഠിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഐശ്വര്യപൂർണമായ ജീവിതത്തിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. നാം പലവിധ ധാരണകൾ വെച്ചു പുലർത്തുന്നത് പലതും തെറ്റിദ്ധാരണയാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ കൃതിയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ധരിച്ചിരിക്കുന്ന പല ധാരണകളും തെറ്റിദ്ധാരണകളാണ്. ശിവപ്രസാദ പഞ്ചകം എന്ന സ്തോത്രകൃതി രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ധാരണകളെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്താണ്? പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം, കരളിന്നു കളഞ്ഞു കരുങ്കടലിൽ ഉരളാതെ കൊതിഞ്ഞു പിടിപ്പതു നീയൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ ഗുരു ആവശ്യപ്പെടുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ കരിങ്കടലിലേക്ക് മുക്കുന്ന, ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന വസ്തുതയാണ് എന്ന് നാം ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ആ ധാരണയാണ് നമുക്കുണ്ടാകേണ്ടത്. പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം. പൊരുളെന്ന് പറയുന്ന ധനസമ്പത്തിനെ കുറിച്ചുള്ള ചിന്ത, നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ചിന്ത, ആയുസ്സിന്റെ ദൈർഘ്യത്തെ കുറിച്ചുള്ള ചിന്ത, പൊരുളെന്നും ഉടമ്പൊടും തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത, ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക്, നമ്മളെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും
രക്ഷപ്പെടുത്തി തരണമേ എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇതൊന്നും വേണ്ട എന്നല്ല ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. ഇതിന്റെ നശ്വരതയെ സംബന്ധിച്ച് യഥാർത്ഥമായ അവബോധം നമുക്കുണ്ടാകണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഗുരുവിന് മുമ്പും പിമ്പുമുള്ള ആധ്യാത്മിക ആചാര്യന്മാർ ഈ ലോകത്തെ പഠിപ്പിച്ചത് എന്താണ്? ബ്രഹ്മസത്യം ജഗത് വിദ്യ എന്നാണ്. ഇവിടെ സത്യമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമാണെന്നും ഈ കാണുന്ന പ്രാപഞ്ചിക ദൃശ്യങ്ങളെല്ലാം മിഥ്യയാണ് എന്നാണ് ആധ്യാത്മിക ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇത് മിഥ്യാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാപഞ്ചിക വിഷയമെന്ന് ഒളിച്ചോടുവാനല്ല ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പ്രാപഞ്ചിക വിഷയങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിജീവിക്കുവാനാണ് ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറഞ്ഞത്, സകലതുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനത് സർവവും വേഗമായി ഗ്രഹിക്കും എന്ന് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഉള്ളതു തന്നെ. തത്വചിന്താഗ്രഹനത് തത്വചിന്തയിലൂടെ, ആത്മപരിശോധനയിലൂടെ, ആത്മചിന്തനത്തിലൂടെ, വിവേകത്തിലൂടെ ഇതിന്റെ സത്യത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ആ തിരിച്ചറിവിലൂടെ ജീവിത വിജയം നേടുവാൻ കഴിയുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ലളിതങ്ങളായ മധുരങ്ങളായ ഉദ്ബോധനങ്ങൾ സാംശീകരിച്ചുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും നന്മയുടെ വഴിവെട്ടി തുറക്കുവാനാണ്, നന്മയുടെ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട് ജീവിത വിജയം ലക്ഷീകരിക്കുവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ ഉപദേശങ്ങളിലൂടെയും കൃതികളിലൂടെയും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനിവിടെ സൂചിപ്പിച്ചു ഗുരുവിന്റെ ജാതിസങ്കല്പത്തെക്കുറിച്ചും ഗുരുവിന്റെ മതാസങ്കല്പത്തെക്കുറിച്ചും ഗുരുവിന്റെ ദൈവസങ്കല്പത്തെക്കുറിച്ചുമൊക്കെ. ഗുരു ദൈവ സങ്കല്പത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ നാം ഇതിഹാസങ്ങളുടെ പുരാണങ്ങളുടെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവസങ്കല്പമല്ല ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശാസ്ത്രീയമായ ദൈവസങ്കല്പമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഗുരു ദൈവദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലെ 1-ാമത്തെ വരിയിലൂടെ എന്താണ് ദൈവം എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം എന്ന് വെച്ചാൽ നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം എന്ന് വെച്ചാൽ സത്യമാണ്, ദൈവം എന്ന് വെച്ചാൽ ജ്ഞാനമാണ്, ദൈവം എന്ന് വെച്ചാൽ ആനന്ദമാണ് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ സത്യസ്വരൂപത്തെ, ജ്ഞാനസ്വരൂപത്തെ, ആനന്ദ സ്വരൂപത്തെ അനുഭവവേദ്യമാക്കി തീർക്കുകയാണ് യഥാർത്ഥമായ ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് സത്യം? അസത്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളതാണ്. ഒരിക്കലും മായാതെ, മറയാതെ, നശിക്കാതെ, ശാശ്വതമായി, അനശ്വരമായി പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു എന്ന് പറയുന്നത് സത്യമാണ്. അത് ഈശ്വരൻ തന്നെയാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലും ഞാൻ എന്നുള്ള അറിവിനും വ്യവഹാരത്തിനും പാത്രീഭൂതമായിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് സത്യമാണ്. അതൊരിക്കലും നശിക്കുന്നല്ല, അത് ശാശ്വതമായി അനശ്വരമായി നിലനിൽക്കുന്നതാണ് എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായ നാം അഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം എന്ന് ഗുരു പറയുകയാണ്. ആത്മോപദേശ ശതകമാണ്, ഉപദേശിക്കുകയാണ്, ഓതിടണം, പറഞ്ഞു കൊടുക്കണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയും. അഹം ഇരുളല്ല, ഞാൻ എന്ന് പറയുന്നത് അജ്ഞാനമല്ല, അവിദ്യയല്ല. അവിദ്യയാണെങ്കിൽ ഞാൻ എന്നുള്ള ബോധം നമുക്കുണ്ടാകില്ല. അവൻ ഞാൻ എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് സത്യമാണ്, അത് ഒരിക്കലും നശിക്കാത്തതാണ്, ശാശ്വതമാണ്, അനശ്വരമാണ്. ആ സത്യവസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം എന്ന് ശ്രീനാരായണ ഗുരു പറയുകയാണ്. ഈ സത്യവസ്തുവിനെ സംബന്ധിച്ച് ആത്മോപദേശത്തിൽ പല സന്ദർഭങ്ങളിലും ശ്രീനാരായണ ഗുരുദേവൻ വിശദീകരിക്കുന്നുണ്ട് ആ സത്യത്തെ കുറിച്ച്. ഇനി രണ്ടാമത് ഗുരു പറയുന്നു സത്യമാണ്, രണ്ടാമത് പറയുന്നു ഗുരു ജ്ഞാനമാണ്, അറിവാണ് എന്ന് ശ്രീനാരായണ ഗുരു പറയുകയാണ്. ദൈവം എന്ന് വെച്ചാൽ അറിവാണ്.
നമുക്ക് പലതരത്തിലുള്ള അറിവുകളുണ്ട്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള അറിവ്, ശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ്, അയൽപ്പക്കക്കാരെ കുറിച്ചുള്ള അറിവ്, അങ്ങനെ ലോകത്ത് തന്നിൽ നിന്ന് അന്യമായ ഏതൊരു കാര്യത്തെ കുറിച്ചുള്ള അറിവ് നമ്മളെല്ലാം സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാം അജ്ഞത അനുഭവിക്കുന്നത് നമ്മെക്കുറിച്ചാണ്, നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച്, നമ്മുടെ ഉമ്മയെക്കുറിച്ച് നാം എപ്പോഴും അജ്ഞാതമാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥമായ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച്, നമ്മുടെ ഉണ്മയെക്കുറിച്ചുള്ള അറിവ് നേടുകയാണ് യഥാർത്ഥ അറിവെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്. ഇക്കാര്യവും ഗുരുദേവൻ ഉദാഹരണ സഹിതം ആത്മോപദേശ ശതകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇരുളിലിരിപ്പവനാര് ചൊൽകനീയെന്നൊരുവൻ ഉരപ്പത് കേട്ടുതാനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്ന് അരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്. ഉദാഹരണം കാണിച്ചുകൊണ്ട് ഗുരു പറയുകയാണ്, ഇരുട്ടിലിരിക്കുന്ന ഒരാളെ, മങ്ങിയ വെളിച്ചത്തിലിരിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ട് മറ്റൊരാൾ ചോദിക്കുകയാണ് നീ ആര് എന്ന്. അപ്പോൾ ആ ഇരുട്ടിലിരിക്കുന്ന ആളും തിരിച്ചു ചോദിക്കുന്നു നീ ആര് എന്ന്. പക്ഷെ രണ്ടുപേരും പറയുന്ന ഉത്തരം ഒന്നായിരിക്കുമെന്ന് ശ്രീനാരായണ ഗുരു പറയും. ഒരാൾ പറയും ഞാൻ രാമനാണ്, അപ്പോൾ മറ്റൊരാൾ പറയും ഞാൻ കൃഷ്ണനാണ്. ഇവിടെ ഏകമായിരിക്കുന്ന ഉത്തരം ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ ഗുരു പറയുന്നത് നീ ആരാണ് എന്ന് ചോദിക്കാതെ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനുള്ള മഹത്തായ ഒരു ബോധനമാണ്, ഒരു ഉപദേശമാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അസ്തിത്വത്തെ കുറിച്ച്, നമ്മുടെ ഉണ്മയെ കുറിച്ചുള്ള അവബോധം, അനുഭൂതിയാണ് ഈശ്വര അനുഭൂതി എന്ന് സത്യദർശനത്തിന്റെ, ഈശ്വര ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ, അനുഭൂതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമതായി ഗുരു പറയുകയാണ് ഞാൻ ആനന്ദമാണ് ഈശ്വരൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തെ അല്ലെങ്കിൽ ആനന്ദത്തെയാണ്. ആരും ഒരിക്കലും ദുഃഖത്തെ ആഗ്രഹിക്കുന്നു. അപ്പോൾ സുഖപൂർണമായ, ആനന്ദപൂർണമായ ഒരു അസ്തിത്വമാണ്, ഉണ്മയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ആ സുഖപൂർണമായ ആനന്ദത്തെ സ്വായത്തമാക്കുവാൻ നമുക്ക് കഴിയണം. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയ സങ്കലനത്തിലൂടെ ലഭിക്കുന്ന ആനന്ദമാണ്. ഇന്ദ്രിയ വിഷയ സങ്കലനത്തിലൂടെ ഒരു ആനന്ദമാണ് നാം അനുനിമിഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല കാഴ്ച കാണുന്നത് നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യും. നല്ല പാട്ടുകൾ കേൾക്കുന്നത് നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യും. നല്ല സ്പർശം നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യും. നല്ല ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യും. എന്നാൽ ഈ ഇത്തരത്തിലുള്ള ആനന്ദങ്ങൾ, ഇന്ദ്രിയ വിഷയ സങ്കലനത്തിലൂടെയുള്ള ആനന്ദം എന്ന് പറയുന്നത് ക്ഷണികമാണ്, താൽക്കാലികമാണ് എന്ന് നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ്. നല്ല ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യും. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ലഡു തരികയാണെങ്കിൽ, ആ ലഡുവിന്റെ ഒന്നാമത്തെ ലഡു തരികയാണെങ്കിൽ ആ ലഡുവിന്റെ പൂർണ്ണ സ്വാദോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലഡു കഴിക്കുവാൻ കഴിയും. എന്നാൽ ഞാൻ മൂന്നാമത്തെയോ നാലാമത്തെയോ ലഡുവാണ് തരുന്നതെങ്കിൽ ഒന്നാമത് കഴിച്ച ലഡുവിന്റെ സ്വാദും ഗുണവും ഒന്നും നാലാമത്തെയോ അഞ്ചാമത്തെയോ ലഡു നിങ്ങൾക്ക് ലഭ്യമാവുകയും, ഇനി 20ാമത്തെയോ 21ാമത്തെയോ ലഡുവാണ് തരുന്നതെങ്കിൽ അത് സുഖത്തേക്കാൾ ഏറെ ദുഃഖത്തിലായിരിക്കും അവസാനിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത് ഇന്ദ്രിയ വിഷയ സങ്കലനത്തോടെ ലഭിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഇന്ദ്രിയ വിഷയ സങ്കലനത്തിന് അതീതമായി, ഈ വിഷയങ്ങൾക്കെല്ലാം അതീതമായി അനുഭവിക്കുവാൻ കഴിയുന്ന ആനന്ദമാണ് ശാശ്വതമായ ആനന്ദം. ആ ആനന്ദം എന്ന് പറയുന്നത് ദൈവാനുഭൂതിയാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്. ഒരു കാര്യം കൂടുതൽ വിശദമാക്കിക്കൊണ്ട് ദർശനമാലിയിലെ ഭക്തി ദർശനത്തിൽ ഗുരു പറയുന്നുണ്ട്, ഭാര്യ ഭജതി ഭർത്താരം ഭർത്താ ഭാര്യൻ കേവലം സ്വാനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിരം എന്ന്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. എന്താണ്? അവനവനിൽ കൂടിയുള്ള ആനന്ദത്തെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരെല്ലാം അവനവനിൽ കൂടി കൊള്ളുന്ന ആനന്ദത്തെ
വിഷയങ്ങളിലൂടെ മറ്റുപാധികളിലൂടെ ആനന്ദിക്കുന്നു. ആ ഉപാധിരഹിതമായ ആനന്ദമാണ് യഥാർത്ഥ ആനന്ദം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഉപദേശിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ചത് ഇങ്ങനെ ശാശ്വതമായ സത്യത്തെയും അനശ്വരമായ ജ്ഞാനത്തെയും അനശ്വരമായ ആനന്ദത്തെയും കണ്ടെത്തുവാൻ അതിനനുസൃതമായ ഒരു ജീവിത ബന്ധാവും ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥമായ സ്ഥിതിയെന്ന് വരച്ചു കാണിച്ച, എഴുതി പഠിപ്പിച്ച, പറഞ്ഞു പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഈ മാനവ സമൂഹം നന്മയുടെ പാതയിലേക്ക്, വിജയത്തിന്റെ പാതയിലേക്ക്, സ്നേഹത്തിന്റെ പാതയിലേക്ക്, സമൂഹത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുവാൻ അനുസൃതമായ ഒരു ജീവിത ശൈലിയും സ്വരൂപിക്കണമെന്ന് ഗുരു ബോധിപ്പിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാം ആധ്യാത്മിക കേന്ദ്രമായി ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആധ്യാത്മിക കേന്ദ്രമായി പരിലസിക്കുന്ന ശിവഗിരി മഠം 1904 ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിക്കുന്നത്. ശിവഗിരിയുടെ താഴ്വരയിൽ ഒരു പർണശാല കെട്ടി താമസം ആരംഭിച്ചുകൊണ്ടാണ് ഗുരു ശിവഗിരി മഠം സ്ഥാപിക്കുന്നത്. ആ സന്ദർഭത്തിൽ ജനങ്ങളുടെ അറിവിലേക്കായി, ജനനന്മയ്ക്കായി ഗുരു ഒരു സന്ദേശം അന്ന് പുറപ്പെടുവിക്കുകയുണ്ടായി. SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യനിൽ പ്രമുഖനായിരുന്ന മഹാകവി കുമാരനാശാൻ അന്ന് ആ സന്ദേശം അതിനു മുമ്പ് ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിപാദിച്ച ആ ഉപദേശങ്ങൾക്ക്, ഉത്ബോധനങ്ങൾക്ക് 100 വർഷം കഴിയുമ്പോഴും വളരെയേറെ പ്രസക്തിയും പ്രാധാന്യമുള്ള ഒരു വർത്തമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ സന്ദേശത്തെ ഞാൻ പരാമർശിക്കുവാൻ ശ്രമിക്കുന്നത്. ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖപൂർണമായ ഒരു ജീവിതത്തെയാണ്. സുഖപൂർണമായ, ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അതിനനുസൃതമായ ഒരു ജീവിത ശൈലി, ഒരു ജീവിത ബന്ധാവ് നാം കെട്ടിത്തുറക്കേണ്ടതുണ്ട്. അതിന് സദാചാര ബോധത്തിൽ അധിഷ്ഠിതമായ, ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായ, സദാചാര നിഷ്ഠയിലും ധർമ്മബോധത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടതെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആ സന്ദേശത്തിൽ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. സദാചാര ബോധത്തിലേക്ക്, ധർമ്മനിഷ്ഠയിലേക്ക് മാനവ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ആശ്രമങ്ങളും ആരാധനാലയങ്ങളും സംഘടനകളും സഭകളും ഉപയുക്തമായി കണ്ടുവരുന്നു. അതുകൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ ആരാധനാലയങ്ങൾ ഉണ്ടാകണം, നാടിന്റെ നാനാഭാഗങ്ങളിൽ സഭകൾ ഉണ്ടാകണം, നാടിന്റെ നാനാഭാഗങ്ങളിൽ ആശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഗുരുവിന്റെ ദീർഘവീക്ഷണം. ഈ സഭകളിലൂടെ, സംഘടനകളിലൂടെ, കൺവെൻഷനിലൂടെ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തേണ്ടത് സദാചാരത്തെക്കുറിച്ചും ധർമ്മനിഷ്ഠയെക്കുറിച്ചും ആണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി. ഇന്ന് ഒരു നൂറ്റാണ്ടിന് മുമ്പ്, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നാം ഈ വർത്തമാന സമൂഹത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സദാചാര ബോധം എവിടെ നിൽക്കുന്നു? നമ്മുടെ സദാചാര ബോധം എത്രമാത്രം നമ്മുടെ ഈ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ വളരുന്ന തലമുറ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ വളരുന്ന പുത്തൻ തലമുറ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നാൽ, സഹോദരിയും സഹോദരനും ഒന്നിച്ചിരുന്നാൽ അത് സദാചാര ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സദാചാര പോലീസും സദാചാര ഗുണ്ടായിസവും നടക്കുന്ന ഒരു വർത്തമാന സാഹചര്യത്തിലാണ്, വർത്തമാന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സദാചാരമല്ല നാം പഠിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, ഓർക്കേണ്ടത് എന്ന് നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തെ ഓർമ്മപ്പെടുത്തി. അതിനുവേണ്ടി സദാചാരം എന്ന കൃതി തന്നെ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചു. വളരെ ലളിതമായ മലയാള ഭാഷയിൽ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാക്കത്തക്ക രീതിയിൽ ലളിതമായി, മധുരമായി ശ്രീനാരായണ ഗുരുദേവൻ സദാചാരം എന്ന കൃതി രചിച്ചു. ആ സദാചാരം എന്ന കൃതിയിലെ ഒന്നാമത്തെ ശ്ലോകം മാത്രം നാം പരിശോധിക്കുക. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം.
എത്ര ലളിതമായ മധുരമായ ഉപദേശം! ഈ ലളിതമായ മധുരമായ ഉപദേശത്തെ നമുക്ക് സംശീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. നല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ഈ സമൂഹത്തോ നമുക്കോ ഈ സമൂഹത്തിനോ ആരെങ്കിലും നല്ല കാര്യങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങളെ നാം മറക്കാനോ ശ്രമിക്കരുത് എന്നാണ് ഗുരു പറഞ്ഞത്. നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള സ്മരണകൾ, നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തകൾ മാനസികപരമായി ആന്തരികപരമായി നമുക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ മറക്കാനോ ശ്രമിക്കരുത് എന്നാണ് ഗുരു പറഞ്ഞത്. നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഈ സമൂഹത്തിന് ദുഃഖത്തെ ഉണ്ടാക്കുന്ന, വ്യക്തിക്കോ സമൂഹത്തിനോ ദുഃഖത്തെയോ വിഷമത്തെയോ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അപ്പോൾ തന്നെ മറന്നു കളയുന്നതാണ് ഉത്തമം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് സദാചാരത്തിലൂടെ നാം ലക്ഷ്യമിടേണ്ടത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ്, നമ്മുടെ മനസ്സിന്റെ വികാസമാണ്, നമ്മുടെ മനസ്സിന്റെ പവിത്രതയാണ്. അവൻ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും പവിത്രീകരിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ ഉതകുമാറുള്ള താണ് സദാചാര ബോധം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കും. അവൻ മനസ്സ് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള വികാരങ്ങളിലേക്ക് സദാ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വികാരങ്ങളിലേക്ക് കാമ ക്രോധ മോഹ ലോപാദികളാകുന്ന വികാരങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ നിർമ്മലമാക്കുവാൻ, പരിശുദ്ധമാക്കുവാൻ സദാചാര ബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ പോകണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മനസ്സിനെയും ഹൃദയത്തെയും പൗത്രീകരിക്കുന്നതിന് ഈശ്വരചിന്തയിൽ അധിഷ്ഠിതമായ, ഈശ്വര സ്മരണയിൽ അധിഷ്ഠിതമായ ജീവിതത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹത്തായ SNDP യോഗത്തിന്റെ 5ാമത് വാർഷിക സമ്മേളനം 1908 കൊല്ലത്ത് വെച്ച് നടന്നപ്പോൾ ആ മഹത്തായ 5ാമത് വാർഷിക സമ്മേളനത്തിന് ഒരു സന്ദേശം ആവശ്യപ്പെട്ടപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ തൃക്കൈകളാൽ എഴുതി കൊടുത്ത സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ ഗുരു പറഞ്ഞത് എല്ലാ ഹൃദയങ്ങളിലും, എല്ലാ ഭവനങ്ങളിലും ഈശ്വര വിശ്വാസം എത്തിക്കണമെന്നാണ്. എല്ലാ ഹൃദയങ്ങളിലും, എല്ലാ ഭവനങ്ങളിലും ഈശ്വര വിശ്വാസം എത്തിക്കണം എന്നുള്ളതായിരുന്നു 1908 മഹത്തായ SNDP യോഗത്തിന് നൽകിയ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ഈ സന്ദേശങ്ങളെല്ലാം ഞാനിവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ, മനുഷ്യനെ മനുഷ്യനാക്കുവാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ആത്യന്തികമായ ചിന്ത, നമ്മുടെ ആത്യന്തികമായ പ്രവർത്തനം, നമ്മുടെ ആത്യന്തികമായ ജീവിതം നന്മയ്ക്കുതകുമാറാകണം. മനുഷ്യ നന്മയെ ലക്ഷ്യമാക്കി അത് സമൂഹത്തിന്റെ നന്മയായും ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് മഹാകവി പാടിയതുപോലെ അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ്സും വപസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ചെയ്തുവെന്ന് മഹാകവിക്ക് ബോധ്യമായ ആ ഗുരുവിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടപ്പോൾ, ആ ഗുരുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ മഹാകവി പാടിയത് അന്യരുടെ ക്ഷേമാശ്വര്യങ്ങൾക്ക് വേണ്ടി ആയുസ്സും വപസ്സും ആത്മതപസ്സും സമർപ്പണം ചെയ്ത മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുവെന്ന്. അവൾ ഗുരുവിന്റെ ജീവിതവും ഗുരുവിന്റെ ദർശനവും നാം പിന്തുടരുമ്പോൾ ഗുരുവിന്റെ ജീവിത മാഹാത്മ്യത്തെയും ദാർശനിക മഹത്വത്തെയും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയണം. ജീവിത മാഹാത്മ്യത്തെയും ദാർശനിക മഹത്വത്തെയും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതം, വ്യക്തി ജീവിതം ധന്യമാക്കുവാൻ കഴിയണം. അതുവഴി നമ്മുടെ കുടുംബ ജീവിതത്തെ ധന്യമാക്കുവാൻ കഴിയണം. അതുവഴി നമ്മുടെ സാമൂഹിക ജീവിതത്തെ ധന്യമാക്കുവാൻ കഴിയും. ഇത്തരത്തിലുള്ള മഹത്വപൂർണമായ ഒരു ലക്ഷ്യമാണ് ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികളായി എന്ന് അവകാശപ്പെടുന്ന, ശ്രീനാരായണ വിശ്വാസികളായി നാം ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഇത് പ്രായോഗികമാക്കേണ്ടത്. അപ്പോൾ ഗുരുവിന്റെ ഇത്തരത്തിലുള്ള മഹത്വപൂർണമായ ലളിതമായ മധുരങ്ങളായ ഉത്ബോധനങ്ങളെയും ഉപദേശങ്ങളെയും സാംശീകരിക്കുവാനും അതിലേക്കുള്ള ചർച്ചകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കും വേദി ഒരുക്കുകയാണ് ഇതുപോലുള്ള കൺവെൻഷനിലൂടെ നാം നേടേണ്ടത്. നാം 29ാമത് കൺവെൻഷനിൽ എത്തി നിൽക്കുമ്പോൾ
കഴിഞ്ഞ കാലങ്ങളിലൂടെ കൺവെൻഷനിലൂടെ നേടിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ മാനവിക ദർശനത്തിൽ അധിഷ്ഠിതമായ, ഗുരുവിന്റെ മഹത്തായ ആത്മീയ ദർശനത്തിൽ അധിഷ്ഠിതമായ ആ മഹത്തായ ഉപദേശങ്ങളെയും ഉത്ബോധനങ്ങളെയും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പകർത്തുവാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള ആത്മപരിശോധനയും ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. ആ ആത്മപരിശോധനയുടെ ആത്മവിചിന്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിലുള്ള കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോട്ടങ്ങളെയെല്ലാം നേട്ടങ്ങളുടെ ബന്ധാവിലേക്ക് പോകുവാനുള്ള സന്ദർഭമാണ് ഓരോ വർഷം കൂടുമ്പോഴും നൽകുന്ന ഈ കൺവെൻഷനിലൂടെ നാം നേടേണ്ടത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇത്തരത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുവാനും മനുഷ്യനായി ജീവിക്കുവാനും ഒരു സ്വപ്നം കണ്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുമുള്ള ചരിത്രപരമായ കടമയാണ്, ചരിത്രപരമായ ദൗത്യമാണ് നമുക്ക് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യ പൂർത്തീകരണത്തിലൂടെ ഗുരുവിന് സമർപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുരുപൂജയായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും വളരുന്ന തലമുറയ്ക്ക് പ്രചോദനമാകുവാൻ, പ്രത്യാശയാകുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ കഴിയണം. അതിന് മാടവൻ കൺവെൻഷൻ പോലുള്ള കൺവെൻഷനുകൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ മാനവിക ദർശനത്തിലേക്ക് പ്രകാശം പരത്തുന്ന 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷനിലൂടെ ഒരു മാറ്റത്തിന്റെ വെളിച്ചം പകരുവാൻ, നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആ ഹൃദയവും മനസ്സും കുലുങ്ങുന്നതിലൂടെ ജീർണിച്ചു കിടക്കുന്ന കരിയിലകളെ ഉടങ്ങി ഇലകളെ മാറ്റിക്കൊണ്ട് ഒഴിച്ചുകൊണ്ട് ഊഷ്മളമായ പമ്പാ നദി ഒഴുകുന്നത് പോലെ നമ്മുടെ മനസ്സും ഹൃദയവും ഊഷ്മളമാക്കുവാൻ, അങ്ങനെ ഊഷ്മളമായ ഒരു ജീവിതത്തിലേക്ക് പോകുവാനുള്ള ശ്രീനാരായണ ദർശനത്തിന്റെ ഊഷ്മളത ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാൻ ഈ കൺവെൻഷനെ സംബന്ധിക്കുന്ന നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ കൺവെൻഷന് എല്ലാവിധ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെയും ശിവഗിരി മഠത്തിന്റെയും എല്ലാവിധ ആശംസകളും അനുഗ്രഹ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി 29ാമത് മാടവൻ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.